അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ വെള്ളം കൊണ്ടെന്ന് പറഞ്ഞാലും ആ പ്ലാസ്റ്റിക് ഒന്നും ഇവിടെ ഇടാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ പ്രകൃതിയെ നശിപ്പിക്കാതിരിക്കുക. കല്ലുവാഴയാണോ? അല്ല, ഇത് മറ്റേ കൈതയുടെ എന്തോ ഒരു ഇനമാണ്. ഇതായിരിക്കും വഴി. മുകളിലോട്ടാണ് നമുക്ക് കയറേണ്ടത്. അപ്പം ഇതിലെയൊക്കെ അല്ലേ ചെറിയൊരു വഴിയുണ്ട്, പക്ഷേ ആൾക്കാർ കൂടുതൽ സഞ്ചരിക്കുന്ന ഈ വഴിയാന്ന് തോന്നുന്നു. നമുക്ക് ഈ വഴി തന്നെ കയറാം. കുട്ടൂസൻ കമോൺ. രണ്ടുപേർക്ക് ഇച്ചിരി വണ്ണം ഉള്ളതുകൊണ്ട് രണ്ടുപേരും പമ്മി നിൽക്കുന്നു. അതായത് നമ്മൾ കുറച്ച് മേലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് കണ്ടില്ലേ, ഇവിടെ എല്ലാം കൂണുകളാണ്. എന്ത് കൂണാന്ന് അറിയത്തില്ല നമുക്ക്. മാജിക് മഷ്റൂം സുലഭമായിട്ട് ലഭിക്കുന്ന സ്ഥലമാണ് വട്ടവട. അത് ഇവിടെ നിന്നൊക്കെയാണോ പറിക്കുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും കൂണുകളുണ്ട് ഇവിടെ എല്ലാം. ഇത് കണ്ടില്ലേ, നടക്കുന്ന വഴിയിലെല്ലാം കൂണുകളാണ്. കണ്ടില്ലേ? Come on guys. ഇജമ്മ മാജിക് മഷ്റൂം തപ്പി നടക്കുകയാണ്. കൊട്ടക്കാമ്പൂര് വഴി കയറി വരുന്ന വഴിയാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെ വഴി എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ജീപ്പ് കയറി പോകാൻ പറ്റിയൊരു വഴി ഉണ്ട് ശരിക്കും. അപ്പം ഭാവിയിൽ ചിലപ്പോൾ ഇത് ജീപ്പൊക്കെ കയറി നല്ല ഇതാകും. ആ വഴിയാണ് കൊട്ടക്കാമ്പൂരിൽ നിന്ന് നമ്മൾ കയറി വരുന്ന വഴി. കൊട്ടക്കാമ്പൂര് വില്ലേജിൽ നിന്ന് കണ്ടില്ലേ ആ വഴി. നമുക്ക് ഇനി ഇങ്ങനെ മേളോട്ട് കയറണം. കണ്ടില്ലേ, നമ്മൾ ഏറെക്കുറെ ടോപ്പിലെത്തി. ഇനിയും കുറച്ചും കൂടെ ഉള്ളൂ, ഏറെക്കുറെ എത്തി. ഇതൊക്കെ ആ കൊട്ടക്കാമ്പൂരിൽ നിന്ന് നടന്നു വരുന്ന വഴികളൊക്കെ. അതായത് ഓരോ റിസോർട്ടുകാര് ഓരോ വഴികളാണ് ഏറ്റെടുത്തേക്കുന്നത്. നമ്മുടെ കൂടെ ഉണ്ടായാലും രണ്ടുപേരെ കാണാനില്ല, അവര് പതിയെ വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ ജിജോമോൻ ഏറ്റവും ഫ്രണ്ടിൽ പോകുന്നുണ്ട്, അതിൻ്റെ പുറകെ ഞാനുണ്ട്. കയറി വന്നപ്പോൾ ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. ഫോറസ്റ്റുകാരുടെ തോന്നുന്നു, അല്ല പ്രൈവറ്റ് ആണോ എന്നറിയില്ല, കാരണം വേലി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണിത്. ജിജോമോൻ ഇരുന്നു. നടന്നു ഒരു 1.5 മണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ടല്ലേ. 1.5 മണിക്കൂറായില്ലേ? ആ, എന്നിട്ടും എത്തിയില്ല. ഇതിപ്പോൾ ജീപ്പ് കയറുന്ന വഴിയായിട്ടുണ്ട്. അതായത് കൊട്ടക്കാമ്പൂരിൽ നിന്ന് ജീപ്പൊക്കെ കയറി വരുന്ന വഴിയാണ്. പക്ഷെ സീസൺ അല്ലാത്തതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇതുവരെ നമ്മൾ ആരെയും കണ്ടുമില്ല, ജീപ്പുകളൊന്നും കണ്ടുമില്ല. ഒരു മനുഷ്യനെ നമ്മൾ ഈ വഴിക്ക് കണ്ടിട്ടില്ല, നമ്മൾ 4 പേര് മാത്രം. ഈ മുകളിലോട്ട് ചെല്ലുമ്പോൾ പാലിക്കല്ലിൽ ആളുണ്ടോന്ന് അറിയത്തില്ല. എന്തായാലും നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോവുക അല്ലേ. ഞാനേ മുന്നോട്ട് വെച്ച കാല് അത്രേ ഉള്ളൂ, മുന്നോട്ട് തന്നെ. അപ്പോൾ ഇത് കണ്ടില്ലേ, ഞങ്ങൾ നിൽക്കുന്ന കണ്ടോ, ഇത്ര ഹൈറ്റിൽ ഞങ്ങൾ കയറി. അങ്ങനെ താഴേന്ന് ഫ്രീ ആയിട്ട് കയറി വന്ന കുട്ടോസിന്റെ കമ്പ് വരെ എടുത്തിട്ടുണ്ട്. ഏത്? അതാണ് കൊട്ടക്കാമ്പൂര് വില്ലേജ് എന്ന് തോന്നുന്നു. അത് ചോദിക്കാനായിട്ട് നമുക്ക് ഇവിടെ ആരുമില്ല.
ഇതിനടുത്തുള്ള വില്ലേജ് കൊട്ടക്കാമ്പൂര് വില്ലേജാണ്. അപ്പോൾ അതായിരിക്കണം. അതിപ്പോൾ നമ്മൾ നിരപ്പ് വഴിയിലൂടെയാണ് നടക്കുന്നത്. കയറ്റങ്ങൾ കുറഞ്ഞു തുടങ്ങി ഉണ്ടല്ലേ. കല്ലിളകി പോയതാന്ന് തോന്നുന്നു. അതെ, ഒന്നുമില്ലാതെ നടന്നു വന്ന കുട്ടൂസൻ കമ്പ് കുത്തി നടക്കേണ്ട അവസ്ഥയായിട്ടുണ്ട്. ഇന്നലെ പാലിക്കല്ല് കയറാമെന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ കയറാമെന്ന് പറഞ്ഞത് കുട്ടൂസനാണ്. അതെ, ആ കുട്ടൂസൻ ഇപ്പം സംസാരിക്കുന്നില്ല. ഇത് കണ്ടില്ലേ, നമ്മൾ നടക്കുന്ന വഴി വ്യൂ പോയിന്റ് കണ്ടില്ലേ. ടോപ്പിൽ ചെന്നാൽ എന്തായിരിക്കും. ഈ പാറയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അതായത് വഴി ഉണ്ടാക്കാനായിട്ട് തന്നെ പൊട്ടിച്ചാണ്. അപ്പൊ ഇവിടെ വരെ ജീപ്പ് വരുന്ന വഴിയാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്നും നടപ്പ് വഴിയാണ് കാണുന്നത്. ഇത് കണ്ടില്ലേ വ്യൂ പോയിന്റ്, അടിപൊളി വ്യൂ പോയിന്റ് അല്ലേ. കുറച്ച് മഞ്ഞും കൂടെ ഉണ്ടായിരുന്നെ നമുക്ക് ഇച്ചിരി കൂടെ ബെറ്റർ. പക്ഷെ ഇത്രയും വ്യൂ കിട്ടത്തില്ല. നമുക്ക് ഇത്ര ക്ഷീണം കണ്ടില്ലേ. ഞാൻ നിൽക്കുന്നതിന്റെ പുറകിലത്തെ വ്യൂ പോയിന്റ് കണ്ടില്ലേ. എങ്ങനെയുണ്ടോ സ്ഥലം? ആ കേക്കത്തില്ല. അടിപൊളി സ്പോട്ട്. അല്ല, നമ്മള് മുന്നോട്ട് നടക്കാം. അപ്പം ഞങ്ങൾ വീണ്ടും മുന്നോട്ട് തന്നെ നടക്കുകയാണ്. ഇജമാൻ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ വെയിലായി, തണുപ്പ് കുറഞ്ഞു. ഇപ്പോൾ ഒരു ചൂടായപ്പോഴത്തേക്ക് ഞാൻ പയ്യെ നമ്മൾ ജാക്കറ്റ് ഊരി അരയെ കെട്ടി. അല്ലേ, വെയിലായി, മരങ്ങൾ കുറഞ്ഞു തുടങ്ങി. അതാണ് കാര്യം. മുകളിലോട്ട് കയറുമ്പോഴും മരങ്ങൾ കുറഞ്ഞോണ്ടിരിക്കുക. വീണ്ടും നമ്മൾ മരങ്ങൾക്കിടയിലോട്ടാണ് നടന്നു ചെല്ലുന്നത്. ഇപ്പോൾ കുറച്ച് ഏരിയയിലേ ഉള്ളൂ കുറവ് വരുന്നു. അതെ, മുന്നോട്ട് തന്നെ നടക്കുക. വീണ്ടും വഴി ചെറുതായിക്കൊണ്ടിരിക്കുക. മുകളിലോട്ടെത്തും തോറും വഴി ചെറുതായിക്കൊണ്ടിരിക്കുക. അതായത് താഴേന്ന് കയറി നമ്മൾ കുറച്ച് വന്നപ്പോൾ ചെറിയ വഴിയായിരുന്നു. പകുതിയിൽ നിന്ന് നമുക്ക് വലിയ ജീപ്പ് കയറുന്ന പോലെ വഴിയില്ല. അത് ശരിക്കും കൊട്ടക്കാമ്പൂര് വില്ലേജിൽ നിന്ന് വരുന്ന വഴിയാണ്. നമ്മളതിലല്ല വരാത്തതുകൊണ്ട് നമ്മൾ മാജിക് വാലി റിസോർട്ടിന്റെ റിസോർട്ടല്ല, ടെന്റ് സ്റ്റേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ്. ശരിക്കും അവരുടെ സ്റ്റേയിൽ ഉൾപ്പെടുന്ന ട്രക്കിങ്ങിന്റെ റൂട്ടിലാണ് നമ്മൾ കയറി വന്നത്. ഇനിയിപ്പം കണ്ടില്ലേ, നമ്മൾ വഴിയൊക്കെ ചെറിയ വീണ്ടും നമ്മൾ ഗ്രാൻഡിസ് മരങ്ങൾക്ക് ഇടയിൽ വന്നു. ലഞ്ചാമൻ ഫ്രണ്ടിൽ നടന്നു പോകുന്നുണ്ട്. നമ്മൾ ഏറെക്കുറെ ടോപ്പിലെത്തി എന്ന് വിശ്വസിക്കുന്നു. എന്നാലും അത്രയും കൂടെ മുകളിലോട്ട് നമ്മൾ കാണുന്നത് കണ്ടില്ലേ. ഒരു അതിർത്തി പോലെ ഗ്രാൻഡിസ് മരങ്ങൾ നിൽക്കുന്നുണ്ട് ഒരേ ലെവലില്. ഇതൊന്നും ആരും നട്ടതല്ല. ഇവിടൊക്കെ ചെറിയ ചെറിയ തൈകളാണ് കേട്ടോ, വളർന്നു വരുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ ഒരു വലിപ്പമാകുമ്പം വെട്ടി വിൽക്കുമായിരിക്കും. അങ്ങനെ അതിന്റെ സംഭവം നടക്കില്ല. കാരണം ഇവിടുത്തെ പ്രധാന കച്ചവടം ഗ്രാൻഡിസ് മരങ്ങൾ വെട്ടി കൊണ്ടുപോകലാണ്. കാരണം ഒരു ദിവസം ഒരുപാട് ലോഡ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മളിത് എത്താറായി പാലിക്കല്ല് മുകളിൽ. അങ്ങനെ നമ്മൾ നടന്ന പാലിക്കല്ല് വ്യൂ പോയിന്റിന്റെ മുകളിലെത്തിയത് ഇല്ലേ. പാലിക്കല്ല് വ്യൂ പോയിന്റിന്റെ മുകളിൽ നമ്മളെത്തി. നമുക്ക് അങ്ങേ അറ്റത്തോട്ട് ഇത് ശരിക്കും നമ്മൾ ടോപ്പിലെത്തിയില്ല. നമുക്ക് ഇവിടെ നിന്ന് ഇനി കുറച്ചുകൂടെ മുന്നോട്ട് നടക്കാനുണ്ട്. അപ്പം വഴി എന്ന് പറയുന്നത് ഈ താഴോട്ട് ഇറങ്ങിയിട്ടൊരു വഴിയുണ്ട്. അപ്പോൾ നമുക്ക് നടന്നു നോക്കാം. കാരണം നമ്മൾ ഈ മലയുടെ എഡ്ജാണ് താഴെ നിന്ന് കാണുന്നത്. നമ്മൾ എഡ്ജിലെത്തിയിട്ട് നമ്മളൊരു സൈഡ് മാത്രമേ വന്നിട്ടുള്ളൂ. നമുക്ക് മുന്നോട്ട് നടക്കാം.
ഇത് കണ്ടില്ലേ, വ്യൂ പോയിന്റ് കണ്ടില്ലേ, കണ്ടില്ലേ, നല്ല കാറ്റടിക്കുന്നുണ്ട്. അതെ, ആ കാറ്റടിച്ചപ്പോഴത്തേന് നമ്മളെ ഇല്ലേ ആ നിങ്ങളുടെ പുറകിലത്തെ ആ മലയിൽ കണ്ടില്ലേ മഞ്ഞ് കയറി നിൽക്കുന്നത്. അതിലൊരു മഴ പെയ്താലും അല്ലെ എപ്പോഴാ കോടമഞ്ഞ് കയറാന്ന് പറയാൻ പറ്റത്തില്ല. കോടമഞ്ഞ് കയറി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. പക്ഷെ നമുക്ക് ആദ്യം വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് കോടമഞ്ഞ് കയറുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. കണ്ടില്ലേ നമ്മളെ വ്യൂ പോയിന്റുകൾ കണ്ടില്ലേ, ആ മലയുടെ മണ്ടയ്ക്കുണ്ട് ഒരു 5-6 മരം മാത്രമേ ഉള്ളൂ. ഇതുണ്ടോ ആ മഞ്ഞ് കയറി നിൽക്കുന്നുണ്ടല്ലേ, നല്ല മഞ്ഞ് വേഗങ്ങൾ കയറി നിൽക്കുന്ന. അതെ, വിജയമ്മൻ ചാടാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ചാടിറങ്ങി. ആ ഇത് കണ്ടില്ലേ, നമ്മൾ കണ്ട മാജിക് വാലി അവരുടെ ഇതാണത്, ആ കാണുന്നത് നമ്മള് വന്ന വഴി അല്ലേ. നമ്മള് വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണ് കേട്ടോ. നമ്മളെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലം കണ്ടില്ലേ, കാണാൻ പറ്റുമോ? നമ്മളെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്ന സ്ഥലമാണത് കേട്ടോ. അവിടെ നിന്നാണ് നമ്മൾ ഇത്രയും ഹൈറ്റിൽ നടന്നു കയറിയത്. നമ്മള് ഇത്രയും ഹൈറ്റിൽ നടന്നു കയറിയത് കണ്ടില്ലേ. നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് വന്നത്. നമ്മളെ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത് അവിടെയാണ്. ഒരു 5 കിലോമീറ്റർ കാണും, 5 അല്ല അല്ലേ, അതിൽ കൂടുതൽ ഉണ്ടേലേ ഉള്ളൂ. നമ്മളിപ്പോ 1.5 മണിക്കൂറായിട്ട് നടക്കുകയാണ്. കണ്ടില്ലേ ആ മലമുകളിലൊക്കെ കണ്ടില്ലേ മഞ്ഞ് കയറി നിൽക്കുന്നത്. പൊളിസ്ഥലം, ഒരു രക്ഷയില്ല. കിടുക്കാച്ചി വ്യൂ അല്ലേ ജാമനെ, അല്ല കിടുക്കാച്ചി വ്യൂ. അതെ, ഈ കാട് മൊത്തം ഫോറസ്റ്റ് ആണെന്നാണ് ഇജാമൻ പറയുന്നത്. അത് വെറും ഫോറസ്റ്റ് അല്ല, ഗ്രാൻഡീസ് ഫോറസ്റ്റ് അല്ലേ അല്ലേ. ഈ ഒരാളവിടെ ഇരുന്ന് നമ്മുടെ കൂടെ വന്ന് കുട്ടൂസിനെ കാണാനില്ല. ആ കുട്ടൂസിനെ അവിടെ കിടപ്പുണ്ട് കേട്ടോ. കുട്ടൂസൻ തളർന്നെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് മുന്നോട്ട് പോവാം. ഒരു 5 മിനിറ്റ് ഇവിടെ ഇരുന്നിട്ട് നമുക്ക് പയ്യെ മുന്നോട്ട് പോവാം. വെള്ളമൊക്കെ കുടിച്ച് നമുക്ക് റെസ്റ്റ് എടുക്കാം. അപ്പൊ നമ്മള് റെസ്റ്റ് എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മള് പാലിക്കല്ല് വ്യൂവിന്റെ ഏറ്റവും അറ്റത്തെ പാറയിലോട്ട് പോവാം. നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞോ ഈ ചെറിയ വഴിയാണ്. നമ്മളിങ്ങനെ ഈ സൈഡിൽ കൂടെ വന്ന് നമ്മൾ ഈ ചെരുവിലൂടെ പോയി, പാറയുടെ ചെരുവിലൂടെ നമ്മൾ സഞ്ചരിക്കുക. ജമനാണ് ഫ്രണ്ടിൽ പോകുന്നത്. ഇത് നമ്മൾ കണ്ടോ വരുന്ന വഴി എന്ന് പറഞ്ഞാല് നടപ്പ് വഴി. ശരിക്കും അത് ഈ പാറയുടെ ഒക്കെ ചെരുവിലൂടെ ഒരു നടപ്പ് വഴി. സ്വർഗത്തിലോട്ടുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞാണ് അല്ലേ ജമനെ, അല്ലേ? ജമൻ പറയുന്നത് നരകത്തിലോട്ടുള്ള വഴി കല്ലും മുള്ളും നിറഞ്ഞാന്നാണ് പറയുന്നത്. കണ്ടില്ലേ, നമ്മൾ ഈ മലയുടെ ചെരുവിലൂടെയാണ് നടക്കുന്നത്. അതായത് ഒന്ന് കാല് തെറ്റിയാല്, അതെ ഇങ്ങോട്ട് പോയാൽ വലിയ കുഴപ്പമുണ്ടാകത്തില്ല, അങ്ങോട്ട് പോയാൽ പറയേണ്ട കാര്യമില്ലല്ലോ. കണ്ടില്ലേ എന്ത് സംഭവിക്കുന്നു, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ, അത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ നിന്ന് ആരിലും താഴെ ചെന്നിട്ട് വേണം ആരിലൊക്കെ വിളിച്ചോട്ട് വന്ന് തപ്പാൻ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോയുടെ സിമ്മിന് മാത്രമേ ഇവിടെ റേഞ്ച് ഉള്ളൂ, വേറൊരു സിമ്മിനും റേഞ്ച് ഇല്ല. അപ്പൊ ഇങ്ങോട്ട് വരുന്നവർ ആ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതായത് പാലിക്കല്ലെന്നല്ല, വട്ടവടയിൽ ജിയോയ്ക്ക് മാത്രമേ റേഞ്ച് ഉള്ളൂ. ജിയോയുടെ സിമ്മ് ഉള്ളവർ അത് ഉപയോഗിക്കുക. അല്ലാതെ എല്ലാ ഹോം സ്റ്റേസിലും റൂംസിലും ഒക്കെ വൈഫൈ ലഭ്യമാണ്. ഇത് കണ്ടില്ല, നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അതെ മരങ്ങളൊക്കെ. അപ്പൊ നമ്മൾ താഴേന്ന് ഒരു പാറ കണ്ടായിരുന്നു. അപ്പൊ ഇത് കണ്ടില്ലേ, നമ്മൾ പോകുന്ന വഴി കണ്ടില്ലേ, ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. ഒന്ന് കാല് തെറ്റിയാൽ കഴിഞ്ഞു, കഥ കഴിഞ്ഞു. കാരണം പാറയാണ് ഫുള്ള്. കണ്ടില്ലേ വഴി കണ്ടില്ലേ. അപ്പൊ കഴിവതും കൊച്ചു പിള്ളേരെ കൊണ്ടൊക്കെ വരാതിരിക്കുക. ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു സ്ഥലമല്ല. കാരണം ലേഡീസിനെയൊക്കെ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ ഇത്രയും കയറുന്ന നമുക്ക് ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും. എല്ലാവരും ഇല്ല കേട്ടോ, ചില ഫാമിലിയുള്ള ലേഡീസും ഉണ്ടല്ലേ. നമുക്ക് തന്നെ നടന്നിട്ട് കിതയ്ക്കുന്നു.
ഇനി നമ്മൾ താഴോട്ട് ഇറങ്ങുവാന്ന് അല്ലല്ല ഇങ്ങനെ കയറി അങ്ങോട്ട് കയറുമായിരിക്കണം. ജിജോമന് വീണ്ടും ഒരു സംശയം, നമുക്ക് വഴി അറിയത്തില്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് അറിയത്തില്ല, നമ്മൾ പിന്നെ താഴോട്ട് ഇറങ്ങുക. ഇനി അവിടെ നിന്ന് കയറ്റം ഉണ്ടോന്ന് അറിയത്തില്ല. എന്തായാലും വന്ന വഴി പോവാം, ഇല്ല നമുക്ക് തിരിച്ചു വരാം. തിരിച്ചു വന്നിട്ട് വേറെ വഴി കയറാൻ പറ്റുമോ നോക്കാം. പക്ഷെ അവിടെ നിന്നൊരു വഴിയേ കണ്ടുള്ളൂ മുന്നോട്ട്, ആ വഴിയാണ് നമ്മൾ ഈ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്.